ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ വീഡിയോയുടെ ആ ഒരു എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്ന് നിങ്ങൾക്ക് ഓൾറെഡി പിടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ സുഖമാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഐ ആം ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ എന്താണ് പറയണേ, ഒട്ടും ഓക്കെ അല്ലാതെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 9ാമത്തെ മാസമാണ്. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ ഈ ഒരു ഇവിടുത്തെ ഒരു ലൈഫിൽ ഇത്രയും എന്നെ ഹേർട്ട് ചെയ്ത ഒരു സംഭവം, അല്ലെങ്കിൽ ഇത്രമാത്രം എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച അല്ലെങ്കിൽ എന്നെ തളർത്തി കളഞ്ഞ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പല പ്രശ്നങ്ങളും നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇവിടെ വന്നിട്ടുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളും എനിക്ക് എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ പറഞ്ഞതിനെക്കാട്ടി വളരെ മോശമായ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ഒരു അനുഭവമാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഈ ഒരു എനിക്ക് തോന്നി ഇത് ഞാൻ ഈ ഒരു മൂഡിലിരുന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ്. ഞാൻ ശരിക്കും ഓക്കെ അല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരം എനിക്ക് ഇപ്പോഴേ അത്രത്തോളം തീവ്രതയിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിയുമ്പോഴേക്കും ആ ഒരു അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു എന്താണ് പറയുന്നത്, അതിൻ്റെ തീവ്രത അത്രത്തോളം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് അത്രത്തോളം നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം. പക്ഷെ ഞാനിത് എപ്പോഴാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുക. എനിവേ, എനിക്കുണ്ടായ ഒരു വളരെ മോശമായ ഒരു അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് ഒരിക്കലും നിങ്ങളെ നെഗറ്റീവ് അടുപ്പിച്ച് തളർത്താനോ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണേ. എനിക്ക് നിങ്ങൾ എൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിനെ പോലെ തന്നെയാണ്. അപ്പോൾ എനിക്കൊരു വിഷമം വരുമ്പോഴും എനിക്കൊരു സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ വളരെ എന്താ പറയുന്നത്, സ്പീച്ച്ലെസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതായത് എനിക്കൊന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല. എൻ്റെ സൈഡിൽ ഒരു തെറ്റില്ലാഞ്ഞിട്ട് പോലും ഞാൻ അവിടെ എനിക്കൊന്നും വാക്കുകൾ കിട്ടാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം നേരിടുന്ന സമയത്ത് നിങ്ങളുടെ സൈഡിൽ ഉള്ള ആ ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിലുള്ള ആ ഒരു ശരി പറയാൻ നിങ്ങൾ ഏബിൾ ആവണം. നിങ്ങളെ അതിന് എന്താണ് പറയുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മാസത്തെ ക്ലാസ്സും കൂടി ഉള്ളൂ കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഈ ഒരു സംഭവം എന്താ പറയുന്നത്, നടന്നത് എൻ്റെ ക്ലാസ്സിൽ വെച്ച് തന്നെയാണ്. അതായത് എൻ്റെ ഒരു എന്താണ് പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു ഇതുണ്ടായത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് മന്ത് ഒരു മാസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1 മാസം പ്രാക്ടിക്കലായിരുന്നു. അപ്പോൾ ആ പ്രാക്ടിക്കലിൻ്റെ ടൈമിലാണെങ്കിൽ എല്ലാ ആൾക്കാരും, ചില ആൾക്കാർ ആംബുലൻ്റ് ഫ്രീ ഗൈഡ് പോയി, ചിലവർ ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാനാണെങ്കിൽ ആംബുലൻ്റ് ഫ്രീ ഗൈഡ് എനിക്ക് കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്കും പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നിൽക്കുന്ന അവിടുന്ന് 2 പേഷ്യൻസിനെ എടുത്തിട്ട് 2 കണ്ടീഷൻ എടുക്കുക. നിങ്ങൾ നിൽക്കുന്ന വാർഡോ അല്ലെങ്കിൽ ആംബുലൻ്റ് ഫ്രീ എവിടെയാണോ അവിടുന്ന് 2 പേഷ്യൻറ്റിനെ എടുക്കുക. എന്നിട്ട് ആ പേഷ്യൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുക. അതായത് പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, ഏജ്, പേഷ്യൻ്റെ ഡയഗ്നോസിസ്, എന്തൊക്കെ സിംറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പേഷ്യൻറ്റിന് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ എന്താണ് ഡെഫിനിഷനും അതിൻ്റെ സിംറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുക. നേഴ്സിംഗ് മാനേജ്മെൻറ്റ് പറയുക. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു ഹോംവർക്ക്. അപ്പോൾ ഞാനാണെങ്കിൽ ആംബുലൻ്റ് ഫ്രീ ഗൈഡ് പോകുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായിട്ട് കാണാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല. പിന്നെ നമ്മൾ കണ്ട കൂടുതലും പേഷ്യൻസ് ഡെലീറിയം, ഡിമെൻസും പാർക്കിൻസൺ സിൻഡ്രോമും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് ഓൾറെഡി എടുത്ത കണ്ടീഷൻസ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു, എടുത്ത കണ്ടീഷൻ തന്നെ നമ്മളിവിടെ വന്ന് വീണ്ടും പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കുമല്ലോ, ഇത് ഓൾറെഡി പഠിച്ചതല്ലേ, പുതിയ കണ്ടീഷനൊന്നും ഇല്ലേ എന്നുള്ളത് ചോദ്യം വരുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഞാൻ എടുത്തില്ല. പിന്നെ അതിനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം.
പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഓൾറെഡി 8 ദിവസം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 കണ്ടീഷൻ എടുത്തു. ഒന്ന് എൻസെഫലൈറ്റിസും ഒന്ന് നമ്മുടെ എന്താണ് പറയുന്നത്, മൈഗ്രെയിനും. അപ്പോൾ അങ്ങനെ 2 കണ്ടീഷൻ എടുത്തു. അപ്പം ഞാനോർത്ത് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസെഫലൈറ്റിസ് ഓൾറെഡി ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മൈഗ്രെയിനും കൂടെ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ടഫായിട്ടുള്ള ഒരെണ്ണം ഇച്ചിരി എളുപ്പത്തിലുള്ള ഒരെണ്ണം, അങ്ങനെ ആ ഒരു രീതിയിലാണ് എടുത്തത് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ 8 ദിവസത്തേക്ക് അങ്ങോട്ട് ഡ്യൂട്ടിക്ക് ചെന്ന സമയത്ത് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. പലയിടത്തും സ്റ്റാഫില്ല. 2 ദിവസത്തോളം നമ്മൾ ഹൗസ് ഹിൽഫേ എന്ന് പറഞ്ഞിട്ട് വേറെ സ്റ്റാക്സോണി പോയിക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാക്സോണി വരുമ്പോഴും അവിടെ ഇതിനൊന്നും നേരമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു അരമണിക്കൂർ ബ്രേക്ക് പോലും ചില സമയത്ത് ഈ ഒരു സമയത്ത് എല്ലാവരും ക്രാങ്ക് അടിച്ചേക്കുവാണ്. അതായത് എല്ലാവരും സിക്ക് ലീവ് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദക്ക് റെസ്റ്റ് എടുക്കാൻ ഒന്നും ആ സമയത്ത് സമയമില്ല. ആ തിരക്കിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഞാൻ അവിടെ നിന്ന് തന്നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് ഞാൻ എഴുതി. അത് കഴിഞ്ഞ് എൻസെഫലൈറ്റിസ് ഞാൻ അതിൻ്റെ ഉബർഗാബയുടെ ഫോട്ടോ ഞാൻ എടുത്തുകൊണ്ട് പോരുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ഉബർഗാബയെന്ന് ഉദ്ദേശിച്ച ഹാൻഡ് ഓവറാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് വീട്ടിൽ വന്ന് എഴുതാമല്ലോ. അങ്ങനെ അപ്പം ഞാൻ അങ്ങനെ ഇത് എഴുതി. സത്യം പറഞ്ഞാൽ ആ ഒരു ഹോംവർക്ക് ഞങ്ങളുടെ ക്ലാസ്സിൽ പലരും കംപ്ലീറ്റ് പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ പലരും എഴുതിയിട്ട് പോലുമില്ല. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ അത് ഹോംവർക്ക് ചെയ്യാൻ തന്നെ ഉള്ള ഇത് ചെയ്ത് എന്താണ് പറയുന്നത് കാണിച്ചിട്ടുള്ളൂ. ആ ഒരു എന്താണ് പറയുന്നത് ചെയ്യാൻ തന്നെ നോക്കിയിട്ടുള്ളൂ കുറച്ച് പേരെങ്കിലും. അപ്പം ഇവർ ഞങ്ങളുടെ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ ഇടയ്ക്ക് നമ്മളോട് ചോദിക്കും, ഈ ഹോംവർക്കിനെ കുറിച്ച് ചോദിക്കും. അപ്പോൾ ഓരോരുത്തരും നമ്മൾ പ്രസൻറ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ എന്താണ് പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കണ്ടീഷനെ കുറിച്ച് എൻസെഫലൈറ്റിസിനെ കുറിച്ചും എഴുതി, മൈഗ്രെയിനെ കുറിച്ചും എഴുതി. അപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന മെഡിക്കൽ വേർഡ്സുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ആ ഒരു കണ്ടീഷനെ കുറിച്ച് നോട്ട്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ചില മെഡിക്കൽ വേർഡ്സുകളൊക്കെ എന്താണ് ഇവർ ഇൻ ബിറ്റ്വീൻ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം നമ്മളതെല്ലാം പറയണം. നമ്മളത് പറയാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അവർ നമ്മളോട് ദേഷ്യപ്പെടുന്നു, നീ പിന്നെ എന്താ പഠിച്ചതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാം നമ്മൾ നോക്കിയിരുന്ന് നമുക്ക് മനസ്സിലാകുന്ന എല്ലാ വേർഡുകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊനൗൺസിയേഷനും അതിൻ്റെ എന്താണ് പറയുന്നത് മീനിങ്ങും എല്ലാം എഴുതി വെച്ചിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മൈഗ്രെയിൻ അങ്ങനെ തീർത്തു. എൻസെഫലൈറ്റിസ് ഞാൻ എഴുതിയെങ്കിലും ഇതുപോലെ എനിക്ക് കറക്റ്റായിട്ട് എല്ലാ വേർഡ്സിൻ്റെയും മീനിങ്ങും എല്ലാം നോക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്ത് പറയുമ്പോൾ ഒരെണ്ണം ചെയ്തിട്ട് പിന്നെ അടുത്ത പിന്നല്ലേ വരുള്ളൂ. അന്നിപ്പോൾ ഒന്നിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം ക്ലാസ്സിൽ ഈ ഒരു വ്യാഴാഴ്ച ക്ലാസ്സിൽ ചെന്ന സമയത്ത് ഇവർ ഞങ്ങൾക്ക് ആദ്യം രാവിലെ വേറൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് വൂണ്ട് മാനേജ്മെൻ്റ് ആയിരുന്നു. അതായത് വൂണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ടൈപ്പിൽ വൂണ്ട് തരും. ആ വൂണ്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. കാരണം വേറൊരു വീഡിയോ നമ്മൾ അൺപാസിങ്ങിൻ്റെ സെക്കൻഡ് മന്ത് എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്നുള്ളതിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയാം. അപ്പോൾ അത് ഇതുപോലെ ഹോംവർക്ക് തന്നിരുന്നു. എല്ലാവരും ഏതെങ്കിലും ഒരു വൂണ്ടിൻ്റെ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് രാവിലെ അതായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും ചെയ്തു. ഞാനും പ്രസൻറ്റ് ചെയ്തു. പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വീണ്ടും ഈ പ്രസൻറ്റേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും കുനിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കൽ ഞാനും കുഞ്ഞിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ അടുക്കൽ ചോദിച്ചു, പ്രീതി പ്രസൻറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളെന്തായാലും പ്രസൻറ്റ് ചെയ്തേ വെക്കുള്ളൂ. നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല എന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട്. അപ്പം ഞാൻ ഓർത്ത് മൈഗ്രെയിൻ ആകുമ്പോൾ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേത് എൻസെഫലൈറ്റിസ് അത്രയും എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാ വേർഡ്സിൻ്റെ മീനിങ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. നമ്മൾ പറയുന്ന സമയത്ത് ഒരു വേർഡിൻ്റെ പ്രൊനൗൺസിയേഷൻ പോലും കറക്റ്റ് ആയില്ലെങ്കിൽ ചില സമയത്ത് ഇവർ എന്നോട് ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു ഇറിറ്റേഷൻ തോന്നാറുണ്ട്. എന്നോട് പറയാറുണ്ട് അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന്. അപ്പം ഞാൻ ഓർത്തു എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇത് വേണ്ടല്ലോ, ആദ്യം തന്നെ മൈഗ്രെയിൻ അങ്ങ് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മൈഗ്രെയിൻ പ്രസൻറ്റ് ചെയ്തു. എൻ്റെ പേഷ്യൻറ്റിനെ പ്രസൻറ്റ് ചെയ്തു. ഡെഫിനേഷനും സിംറ്റംസും അതിൻ്റെ എന്താണ് പറയുന്നത് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. മൈഗ്രെയിൻ്റെ പേഷ്യൻറ്റിന് ഒരുപാട് നേഴ്സിംഗ് മാനേജ്മെൻറ്റ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നേഴ്സിംഗ് മാനേജ്മെൻറ്റുകൾ എല്ലാം ഞാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റ് വേറെ. നമുക്ക് ജസ്റ്റ് എന്നാലും ഞാൻ ആ മെഡിസിൻ്റെ എല്ലാം പേരുകളെല്ലാം അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
നേഴ്സിംഗ് മാനേജ്മെൻറ്റിൽ നമുക്കിപ്പം പേഷ്യൻ്റ് മൈഗ്രെയിനുള്ള പേഷ്യൻറ്റിന് കോൾഡ് തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. മറ്റേ ഈ എന്താണ് പറയുന്നത് ഐസ് ബാഗ് പോലെയുള്ളത് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും പെയിനിന്. അതുപോലെ നമുക്ക് അവർക്ക് ഭയങ്കര ലൈറ്റോ അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുന്ന റൂമുകളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ റൂമൊക്കെ കുറച്ച് കാം ആൻഡ് എന്താണ് പറയുന്നത് കുറച്ച് ഡുങ്കലായിട്ട്, അതായത് കുറച്ച് അത്ര വെട്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ളതൊക്കെ, കാരണം പേഷ്യൻ്റ് സെൽഫ് സ്റ്റാൻഡിഷ് ആണ്. നമുക്ക് ഒരുപാട് കോപ്പർ ഫ്ലീക്ക് എന്ന് പറയും, അതായത് നമുക്കിപ്പം പേഷ്യൻറ്റിന് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പം ഇവിടെ എന്താണ് പറയുന്നത് വാശന ദുഷൻ എന്നൊക്കെ പറയുന്നത് തുടയ്ക്കലും കുളിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് പേഷ്യൻ്റ് ഓൾറെഡി എല്ലാം സെൽഫായിട്ട് ചെയ്യാൻ ഏബിളാണ്, പെയിൻ ഉണ്ടെന്ന് മാത്രമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേഴ്സിംഗ് മാനേജ്മെൻറ്റ് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് തീരുന്ന വരെ ഇൻ ബിറ്റ്വീൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ മെഡിക്കൽ ജർമ്മൻ്റെയും എന്താണ് പറയുന്നത് മീനിങ് എന്താണെന്ന് എന്നോട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. വളരെ ഇതായിട്ടിരുന്നിട്ട് ലാസ്റ്റ് പ്രസൻറ്റേഷൻ തീരാറായപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും പറഞ്ഞു ഇത്ര അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ സീറ്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് എണീറ്റ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അതായത് ഒരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഇത്രയും പിള്ളേർ നമ്മളെ അഭിമുഖീകരിച്ച് നിൽക്കുകയാണ്, ഇത്രയും പിള്ളേർ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, നമ്മൾ അത്രയും പേരെ അഭിമുഖീകരിച്ച് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഒരു 10 പിള്ളേരോളം ക്ലാസ്സിലുണ്ട്. ഇവർ എൻ്റെ സീറ്റിൽ ഞാൻ ഇങ്ങോട്ട് പോയിരുന്നപ്പോൾ എൻ്റെ സീറ്റിൽ പോയിരുന്നു. എന്നിട്ടാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇവരവിടെ നിന്ന് എണ്ണീറ്റ് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഇത്ര അല്ല, ഇതുപോലൊരു കണ്ടീഷൻ എടുക്കാൻ വേണ്ടിയാണോ നീ ഇതിന് പോയത്, ഇത്ര ചെറിയ കണ്ടീഷൻ അല്ല, ഇങ്ങനൊരു പേഷ്യൻ്റ് വരത്തില്ല അവിടെ, എന്താണ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും ഫ്രീಗೆ വെക്കും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അപ്പോഴേക്കും മൈൻഡ് ഔട്ടായി. കാരണം ഇത്രയും നേരം ഞാൻ വളരെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാവരും അത് നല്ല രീതിയിൽ കേൾക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു ഫിനിഷിങ്ങിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇവരുടെ ആ ഒരു ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈപ്പിലേക്ക് എത്തുവാണ്, പതുക്കെ പോലും അല്ല. അപ്പോഴേക്കും ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാൻ ആകെ മൈൻഡ് ഔട്ടായി. പിന്നെ പറഞ്ഞു ഒന്നും എനിക്ക് മനസ്സിലാവണില്ല, കാരണം ഞാൻ ആകെ സ്ട്രെസ്ഡായി. പിന്നെ എന്താ നടക്കണേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഈ സ്ക്രീമിംഗ് എന്നൊക്കെ പറയത്തില്ല, ഈ അലറുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇത്രയും പേര് എൻ്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഓർത്തേ. അവിടെ നിന്ന് ഞാൻ കരഞ്ഞില്ല, കാരണം കരയാനായിട്ട് എനിക്ക് ഇവർ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഞാൻ എങ്ങനെ കരയാനായിട്ടാണ്? നമുക്ക് ഇവർ പറയുന്ന എല്ലാം മനസ്സിലായാലേ കരയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞാൻ അപ്പോഴേക്കും മൈൻഡ് ഔട്ടായി. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വക ജർമ്മൻ മനസ്സിലാവില്ല. ഞാൻ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവർ പറയുന്നതെല്ലാം മനസ്സിലാവും. പക്ഷേ എന്നെ സ്ട്രെസ്ഡ് ആക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. ലാസ്റ്റ് പറഞ്ഞത് എനിക്കെന്തോ മറ്റേ കുറേ നേരം നമ്മളിങ്ങനെ ഈ തെറിയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കൂന്നും പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കത്തില്ലേ, സൗണ്ട് കേൾക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമുക്കൊന്നും മനസ്സിലാവില്ല. അത് നിന്ന് കഴിയുമ്പോൾ ഒരു ഇത് വരത്തില്ല നമുക്ക് എന്ന് പറഞ്ഞ പോലെ. ലാസ്റ്റ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, എനിക്ക് ദേഷ്യം വരുന്നത്, ഞാൻ ഇറങ്ങിപ്പോവാ എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പുള്ളിക്കാരി എന്നിട്ട് ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് പോയി. ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യണോ. ഞാൻ ആകെ മൊത്തത്തിൽ ഡിപ്രസ്ഡായി ഞാൻ. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുവാണ്. എൻ്റെ ആ മുഖമൊക്കെ ആണെങ്കിൽ വെളുത്ത് ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന കൊച്ചു പറഞ്ഞെടി, നീ ഓൾറെഡി ലാസ്റ്റ് ന്യൂറോളജിയിലാണല്ലോ വർക്ക് ചെയ്തത്, നീ അത് അവരോട് പോയി പറ. അവർ ആംബുലൻ്റ് ഫ്ലീഗേറ്റ് ഇൻസ്റ്റിന് പോയിട്ട് അവിടെ ഇങ്ങനൊരു കണ്ടീഷൻ വരില്ല, നീ കള്ളത്തരത്തിൽ ഉണ്ടാക്കി എഴുതി എന്ന് പറഞ്ഞിട്ട് ആണ് അവർ ഇത്രയും കിടന്നുകൊണ്ട് ആക്രോശിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുണ്ടായ ഒരു പ്രശ്നമാണ്. ഞാൻ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്താ പറയുന്നത്, അവർക്കറിയില്ല ഞാൻ ന്യൂറോളജി വർക്ക് ചെയ്ത കാര്യം. ഞാൻ കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞാണ് അവർ ഇത്ര അധികം ഷൗട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ടീച്ചർക്കും ഒരു സ്റ്റുഡൻസിൻ്റെ നേരെയും ഇങ്ങനെ ആക്രോശിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, അത് യാഥാർത്ഥ്യം. പക്ഷേ അവർ ചെയ്തത് ഒരിക്കലും ശരിയായൊരു കാര്യവുമല്ല. അവർക്ക് സമാധാനത്തിൽ എന്നോട് അത് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം അപ്പം തന്നെ പറഞ്ഞേനെ. കാര്യം അറിയാതെയാണ് എൻ്റെ മണ്ടയ്ക്കോട് തട്ടി കയറിയത്. അപ്പോൾ എന്നോട് പിള്ളേർ പറഞ്ഞിട്ട് നീ അത് ചെന്ന് പുറത്ത് പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർ വിചാരിക്കും നീ കള്ളത്തരം കാണിച്ചു എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പുറകെ ചെന്നപ്പോഴത്തേക്കിനും അവരെന്നോട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് വീക്കിൽ ന്യൂറോളജിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ഞാൻ അവിടെ നിന്ന് എടുത്ത കണ്ടീഷനായത് എന്ന് പറഞ്ഞു. അതെന്താ നീ അപ്പം പറയാഞ്ഞേ? ഞാൻ എങ്ങനെ പറയാൻ, ഇത്ര അലറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, ഞാൻ ആകെ എന്താണ് പറയുന്നത് ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ പിന്നെ അവിടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാനായിട്ടാണ്? അപ്പോഴത്തേക്കിനും അതെന്താ നേരത്തെ പറയാഞ്ഞേ എന്ന് എന്നോട് ചോദിച്ചു.
എന്നിട്ട് ഞാനൊന്നും വിടിയില്ല. ഞാൻ ആണെങ്കിൽ എന്താണ് പറയുന്നത്, കുറച്ച് നേരത്തേക്ക് ഞാൻ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ പോയി നിന്നു. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും പേരെ മുന്നിൽ നിന്ന് കരയാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സങ്കടം എനിക്കൊന്ന് ഒതുക്കണമല്ലോ. കുറച്ച് നേരം ഞാൻ വെളിയിൽ പോയി നിന്നിട്ട് ഞാൻ ക്ലാസ്സിൽ തിരിച്ച് കയറി ചെന്നപ്പോൾ ഇവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, അത് പ്രീതി ലാസ്റ്റ് വീക്കിൽ എന്താണ് ന്യൂറോളജിയിലായിരുന്നു നിന്നിരുന്നത്, അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പേഷ്യൻസ് ഉണ്ട്. ഞാനത് കുറച്ചും കൂടെ ഗഡൂൾഡായിട്ട്, അതായത് പീസ്ഫുള്ളി, ഗഡൂൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശാന്തമായ എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ ജർമ്മൻ വാക്ക കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഇവരത് അപ്പോളജൈസ് ചെയ്തെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും മാറത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും വേറെ മുന്നിൽ ഞാൻ ശരിക്കും നാണം കെട്ടിയിട്ടു. ശരിക്കും എനിക്കത് എന്താ പറയുക, ഞാൻ പറയുമ്പോൾ പോലെ എൻ്റെ വാക്ക് നിന്ന് പോകുന്നത് എനിക്ക് മനസ്സിൽ അത്രത്തോളം അത് വിഷമം തട്ടിയിട്ടാണ്. കാരണം ഇവരെത്രമാത്രം അപ്പോളജൈസ് ചെയ്താലും ഇവർ ചെയ്ത തെറ്റ് ഒരിക്കലും എന്താണ് പറയുന്നത് തെറ്റല്ലാതാവുന്നില്ല. എനിക്കത് മറക്കാനും പറ്റില്ല. ഞാനാണെങ്കിൽ ഞാൻ പിന്നെ ആ ക്ലാസ്സിൽ എനിക്ക് എങ്ങനെ ഇരുന്നിട്ട് എനിക്ക് വീണ്ടും എന്താണ് പറയുന്നത്, ഇവരുടെ ക്ലാസ് അത് കഴിഞ്ഞു ഇവർ പോയി കഴിഞ്ഞിട്ടും എനിക്ക് വീണ്ടും ആണെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നോർത്തെ, പിറ്റേ ദിവസം ഞാൻ ചെന്നിട്ടും ഭയങ്കര ഇറിറ്റബിൾ ആയിരുന്നു ഞാൻ. എനിക്ക് എൻ്റെ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇരിക്കുമ്പോൾ എനിക്ക് ഈ രംഗം തന്നെ എൻ്റെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ടും എനിക്ക് എൻ്റെ മക്കളോടോ അല്ലെങ്കിൽ എനിക്ക് വീട്ടിലോ വിളിച്ച ആരോടും എല്ലാവരോടും ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞെങ്കിലും എനിക്ക് അവരോട് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ പോയി. എനിക്കിവിടെ വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഭയങ്കരമായിട്ട് ഞാനാണെങ്കിൽ ഡിപ്രസ്ഡായി. കാരണം എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കരയാനും പറ്റണില്ല. ഈ സങ്കടം എല്ലാം കൂടെ മനസ്സിൽ ഒതുക്കിയിട്ട് എനിക്ക് ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ അത്രത്തോളം എന്താണ് പറയുന്നത് ഇല്ലാണ്ടായി എന്ന് പറയാം ആ ഒരു സംഭവത്തിൽ. പക്ഷേ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ അലറുന്ന ആ ഒരു ടൈമിലെങ്കിലും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഇവരവിടെ നിർത്തിയേനെ. പക്ഷേ എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങൾക്ക് ആർക്കും വരരുത്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാലും കുറച്ചും കൂടെ അതിനെ എന്താണ് പറയുന്നത്, നിങ്ങൾ അവിടെ ബ്ലാങ്ക് ആയി പോകാതെ അതിനെ കുറച്ചും കൂടെ നിങ്ങളുടെ സൈഡിൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ അത് പറയാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എനിക്ക് അറിയത്തില്ല എല്ലാവർക്കും അത് പറ്റുമോയെന്ന്, പക്ഷേ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ചില ആൾക്കാർ, എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെയാണെന്നല്ല, ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ജർമ്മൻസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം അവരൊക്കെ ഞാൻ ആരോട് സംസാരിച്ചാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരെന്നോട് ബിഹേവ് ചെയ്യാറ്. പിന്നെ ഔസ്ലാൻഡേഴ്സായിട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ അടുക്കൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ എത്രമാത്രം അപ്പോളജൈസ് ചെയ്താലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അവർ ആരോടും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് മര്യാദയ്ക്ക് ലാംഗ്വേജ് അറിയില്ല, നമ്മളിവിടെ ഒറ്റയ്ക്കാണ്, നമ്മുടെ സിറ്റുവേഷൻ അവർക്കറിയില്ല, നമ്മുടേതായ ഒരുപാട് സ്ട്രെസ്സ് നമുക്കുണ്ട്. അതിൻ്റെ പുറത്ത് ഇവരുടെ ഈ ഒരു അവഗണന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നാണക്കേടും കൂടെ നമുക്ക് താങ്ങാനുള്ള ശേഷി ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ എന്താണ് പറയുന്നത്, ഞാൻ 2 ദിവസം എനിക്കെടുത്തു. ഞാൻ പറഞ്ഞില്ല, ഞാനന്ന് പിറ്റേ ദിവസം പോലും എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ ഞാൻ കരഞ്ഞില്ല. കരയാതിരിക്കും തോറും എൻ്റെ മനസ്സിന് എനിക്കറിയത്തില്ല, നമുക്കങ്ങ് ഭാരം കൂടുന്ന പോലെ നമുക്ക് തോന്നുവാണ്. അത് കഴിഞ്ഞ് ഒരു സത്യം പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു ഫീലിങ്സ് മാറാതിരുന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആ ഒരു ഭാരം ഇറങ്ങിപ്പോയത്. എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചവരോട് പറയണമെന്ന്, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോയി അവരുടെ അടുത്ത് പറയണം, നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലെ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി 1 മാസം കൂടി ഉള്ളു എൻ്റെ ഈ അൺപാസും തീർക്കാനായിട്ട്. ഇവിടെ ഞാൻ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു ഇഷ്യൂ ആയി പോയി കഴിഞ്ഞാൽ എന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവരിങ്ങോട്ട് വരാൻ 1-2 മാസം മതി എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നതാണ്. എൻ്റെ ഫാമിലി, എൻ്റെ പേരൻസിൻ്റെ ഒരുപാട് പ്രതീക്ഷയാണ് ഈ ഒരു ജോലി. അപ്പോൾ ഈ ജോലി പോയാൽ എനിക്ക് വേറൊരു ജോലി കിട്ടത്തില്ലെന്നല്ല. പക്ഷേ ഞാനിപ്പോൾ ചെയ്ത എൻ്റെ ഈ ഒരു പ്രൊബേഷൻ പീരീഡ് വീണ്ടും ഒന്നേന്ന് തുടങ്ങി ഞാൻ ചെയ്യേണ്ട വരത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു രജിസ്ട്രേഷന് വേണ്ടി കാത്തു നിൽക്കുവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാനിത് സഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പോയി പറഞ്ഞേനെ. എൻ്റെ നാക്ക് പല പ്രാവശ്യം ഇതിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ എന്താണ് പറയുന്നത് എനിക്ക് തോന്നിയതാണ്. പല പ്രാവശ്യം ഞാൻ വീട്ടിലിരുന്ന് തന്നെ ഞാനത് ഇന്നത് അവരോട് പറയണം എന്ന് എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് നീ കുറച്ചും കൂടെ കാമായി ഇരിക്കുമെന്ന് നമ്മളോട് തന്നെ നമ്മുടെ മനസ്സ് പറയത്തില്ലേ. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. എനിവേ ഇപ്പോൾ ഒരു 2-3 ദിവസമായി സംഭവം. ഇന്ന് ഞായറാഴ്ചയാണ്, വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഇതുവരെ ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല.
ആം, എന്താണ് എനിക്കറിയില്ല ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അത് സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ അടുക്കൽ ഇത് കുറച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. നാളെ നിങ്ങൾ ഇതുപോലൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന സമയത്ത് തളർന്നു പോകരുത്. നമുക്ക് ഒരുപാട് ഇതായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കടന്നു പോകും. നമുക്ക് ഇവിടെ പിടിച്ച് നിന്നേ ഒക്കുള്ളൂ. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഇങ്ങോട്ട് കയറി വന്നതല്ലേ. അപ്പം അത് നമ്മുടെ വായിൽ ഒരു നാക്കുകൊണ്ട് അത് ഒന്നും എല്ലാം അവസാനിച്ച് പോകാൻ പാടില്ലല്ലോ. ഇപ്പം നമ്മൾ കുറച്ച് കാമായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. നാളെ ഇപ്പോൾ എൻ്റെ ഈ ഒരു ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരെ കാണാറ് പോലുമില്ല. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ സമാധാനത്തിൽ ഇരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇനിയും അവരെ കാണുമ്പോൾ ഇപ്പം മൺഡേ ചെല്ലുമ്പോൾ അവരുടെ ക്ലാസ്സാണ് ആദ്യം. ഞാൻ എങ്ങനെയാണ് എനിക്കറിയില്ല. മാക്സിമം ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും കാണിക്കണ്ട. കാരണം അവരാണ് തെറ്റ് ചെയ്ത് അവർക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു മടിയില്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഞാൻ എന്തിന് അവരുടെ മുഖത്ത് നോക്കാനായിട്ട് നാണിക്കണം? അല്ലെങ്കിൽ ഞാൻ എന്തിന് ആ ഒരിത് അവരുടെ മുഖത്ത് നോക്കാതിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല എത്ര നാളെടുക്കും എൻ്റെ മൈൻഡ് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് റിക്കവറായി വരാനായിട്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. ഇവിടെ വരുമ്പോൾ ഇതുപോലെയുള്ള വളരെ മോശമായ അനുഭവങ്ങളും ചിലപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ തളർന്നു പോകരുത്. നമുക്ക് വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും. എനിക്കറിയാം ആ ഒരു നാണക്കേട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവും അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്ന്. അതെല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. ബട്ട് എല്ലാം ശരിയാകും. കുറച്ചും കൂടെ നമ്മൾ പറയുന്നത്, നമ്മുടെ മനസ്സിനെ ശാന്തമായി ഇരിക്കാൻ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പോൾ ഇന്ന് ഈ ഒരു കണ്ടന്റ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നിങ്ങളെ ഞാനിത് പറഞ്ഞ് നെഗറ്റീവ് അടുപ്പിച്ചെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും കേട്ടോ. ജസ്റ്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം എളുപ്പമല്ല. നല്ല 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 ഇൻസിഡൻസുകൾ ഒരുപാട് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ മോശമായ കാര്യങ്ങളും നമുക്കുണ്ടാവും. നമ്മളെല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ട് വേണം വരാനായിട്ട്. അത് മാത്രം പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ അത് വേറെ ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.